الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെട്ടവരാണ് നമ്മുടെ മാതാപിതാക്കൾ. വിശിഷ്യ 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ലാത്ത, നാടും നഗരവും ഇതുപോലെ പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളെ പോറ്റി വളർത്താൻ നമ്മുടെ മാതാപിതാക്കൾ ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. മാത്രവുമല്ല, ഇന്ന് നമ്മിൽ പല ആളുകൾക്കും 2-3 മക്കളാണുള്ളതെങ്കിൽ മുമ്പ് ശരാശരി 5, 6, 7 ഒക്കെ മക്കളുള്ള മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് വേണ്ടുന്ന ഭക്ഷണത്തിന് പോലും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവർ നമ്മെ പോറ്റി വളർത്തിയതെങ്കിൽ ഇസ്ലാം നമ്മളോട് കർശനമായ രീതിയിൽ ഉത്ബോധിപ്പിക്കുന്ന, ഉണർത്തുന്ന ഒരു കാര്യമാണ്, ദുനിയാവിൽ നാം ഏറെ കടപ്പെട്ടവരും
നന്മകൾ ചെയ്യാൻ നമ്മളോട് അള്ളാഹു കൽപ്പിച്ചതും നമ്മുടെ മാതാപിതാക്കളോടാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബത്തി, ഞാൻ എൻ്റെ നല്ല സഹവാസം കൊണ്ട് ഏറ്റവും കടപ്പെട്ടത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരോടാണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി നിന്റെ ഉമ്മയോട് എന്നാണ്. വീണ്ടും വീണ്ടും 3 പ്രാവശ്യം മാതാവിനോട് പറഞ്ഞപ്പോൾ പിതാവിനെയും ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ദുനിയാവിൽ ഏതൊരു മനുഷ്യനോടാണ് നാം ഏറ്റവും കൂടുതൽ കടപ്പെട്ടത്, ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സഹവസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഉമ്മ, പിന്നെ വാപ്പ എന്നുള്ള ഉത്തരം തന്നെയാണുള്ളത്. അള്ളാഹുവിനുള്ള ഹക്ക് എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പടച്ച റബ്ബിനെ നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന് നമ്മെ സൃഷ്ടിച്ച് നമ്മെ നമ്മളാക്കിയ പടച്ച റബ്ബിന് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക എന്നത് പടച്ച റബ്ബിനോടുള്ള ഹക്കാണ്. അത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട സംഗതിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചേർത്ത് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം, നന്മ ചെയ്യണം എന്നത്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും അതിന് പ്രവാചകൻ തന്നെ മറുപടി നൽകുകയും ചെയ്ത ഹദീസ് ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന് മനുഷ്യന്മാരിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ എന്താണ് മുആദ് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും പിന്നെ അവന്റെ പ്രവാചകനുമാണ് ഏറ്റവും അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു മൗനം ദീക്ഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മറുപടിയും അത് തന്നെയാണ്. അഥവാ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. അത്രമാത്രം ഗൗരവപ്പെട്ട ഇസ്ലാമിന്റെ ആദ്യ കൽപ്പന എന്ന് പറയാൻ സാധിക്കുന്ന അതിനോട് ചേർത്തിട്ടാണ് ഖുർആനിൽ തന്നെ പലയിടങ്ങളിലും മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ സംബന്ധിച്ച് ഉണർത്തിയത്. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്, ആർക്കും നിങ്ങൾ ഇബാദത്തിന്റെ ഒന്നും സമർപ്പിക്കരുത് എന്ന് അള്ളാഹ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം വബിൽ വാലിദൈനി ഇഹ്സാന, രണ്ടാമത്തെ കൽപ്പനയായി പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നതും അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നാണ്. ഇതുപോലെ സമാനമായ ആയത്ത് സൂറത്ത് ഇസ്രായിലെ 23-ാമത്തെ ആയത്ത് മാത്രമല്ല, സൂറത്തുൽ അൻകബൂത്തിലെ 8-ാമത്തെ ആയത്തിലും സൂറത്ത് ലുഖ്മാനിലെ 14-ാമത്തെ ആയത്തിലുമൊക്കെ ഈ 2 കാര്യങ്ങളും ചേർത്ത് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിന് എത്രമാത്രം പ്രാധാന്യവും ഗൗരവവും അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന്. വലമ്മ അമറ ബിൽ ഖിയാമി ബിഹഖ്ഖിഹി, അള്ളാഹുവിനോടുള്ള ഹക്ക് നിങ്ങൾ പാലിക്കണമെന്ന് കൽപ്പിച്ചതിന് ശേഷം ബിതർക്കി ശിർക്കി അല്ലദീ മിൻ ലവാസിമിഹിൽ ഖിയാമു ബിത്തൗഹീദ്, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത്, അഥവാ അള്ളാഹുവിന് സമർപ്പിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിനോടേ ചോദിക്കാൻ പാടുള്ളൂ എന്ന ഗൗരവപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അമറ ബിൽ ഖിയാമി ബിഹഖ്ഖിൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള ഹക്കിനെ സംബന്ധിച്ച് അത് കൃത്യമായി പാലിക്കുവാനും അള്ളാഹു കൽപ്പിച്ചു. ഫഖാൽ വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വസിയത്താണ് എന്ത്? ബിവാലിദൈഹി, അവരുടെ മാതാപിതാക്കളോട് അവർ നല്ല രീതിയിൽ വർത്തിക്കണമെന്നത്. ഐ അഹിദ്നാ ഇലൈഹി വജഅൽനാഹു വസിയത്തൻ ഇൻദഹു, മനുഷ്യരോട് പടച്ചിറപ്പ് ഉണ്ടാക്കിയ ഉടമ്പടിയാണ്, കരാറാണ്, അള്ളാഹുവിന്റെ വസിയത്താണ്, ഉപദേശമാണ്. സനസ്അലുഹു അനിൽ ഖിയാമി ബിഹാ, അത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നത് നാം അവരോട് ചോദിക്കും. പടച്ചിറപ്പ് കൽപ്പിച്ച കൽപ്പന, അള്ളാഹു നൽകിയ വസിയത്ത്, അത് അള്ളാഹുവിന്റെ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്ന നാം ഓരോരുത്തരും പാലിച്ചിട്ടുണ്ടോ, നിർവഹിച്ചിട്ടുണ്ടോ, നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് അള്ളാഹ് നമ്മളോട് ചോദിക്കുമെന്നാണ്. വഹൽ ഹഫിളഹ അം ലാ, അള്ളാഹ് പറഞ്ഞ വസിയത്ത് നമ്മൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ചോദ്യമുണ്ടാകും. എന്തുകൊണ്ട് മാതാപിതാക്കൾ അത്ര കണ്ട് നമ്മളോട് അടുത്തിരിക്കുന്നു, അവരോട് അത്ര കണ്ട് നമ്മൾ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഉത്തരം ആ ആയത്തിലൂടെ തന്നെ അള്ളാഹു നമുക്ക് സൂചന നൽകുന്നുണ്ട്.
ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ദുർബലതയ്ക്ക് മേൽ ദുർബലത, ഭാരത്തിനു മേൽ ഭാരം, തളർച്ചയുടെ മേൽ തളർച്ചയെ പേറിക്കൊണ്ട് അവന്റെ മാതാവ് അവന് ഗർഭം ചുമന്നു. 10 മാസം ഗർഭം ചുമന്ന ഉമ്മയുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യാറുണ്ട്. ഗർഭത്തിന്റെ ആദ്യ സമയം മുതൽ ഛർദിച്ച് കൊരല് പൊട്ടി ചോര വരുന്ന അവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉമ്മ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 2 കിലോ വെയിറ്റുള്ള ഏതെങ്കിലും ഒരു പലചരക്ക് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിയ ചെറിയൊരു കിറ്റിലുള്ള സാധനം ഒരു 1/2 കിലോമീറ്റർ 500 മീറ്റർ നടന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ എത്ര തവണ നമ്മൾ കൈ മാറിപ്പിടിക്കാറുണ്ട്. സ്വാഭാവികമായും കൈയൊന്ന് കഴക്കുമ്പോൾ നമ്മൾ അറിയാതെ വലത്തെ കൈയിൽ നിന്ന് ഇടത്തെ കൈയിലേക്കും ഇടത്തെ കൈയിൽ നിന്ന് വലത്തെ കൈയിലേക്കും നമ്മൾ മാറ്റി പിടിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഉമ്മ നമ്മൾ പ്രസവിച്ചു വരുമ്പോൾ ചിലപ്പോൾ 2,800 3 കിലോ ഒക്കെ വരുണ്ടാകാറുണ്ട് നമ്മുടെ ഭാരം. അത് 10 മാസത്തോളം അതിന്റെ ഘട്ടം ഘട്ടമായ വളർച്ചയിൽ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാം ആ ഭാരം ചുമന്നുകൊണ്ട്, പ്രയാസത്തിന് മേൽ പ്രയാസം ചുമന്നുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും ഉമ്മമാർ നമ്മെ നൊന്ത് പ്രസവിച്ചത്. അതിനുശേഷം അവർ മുലയൂട്ടി. വേദനയുടെയും ഭാരങ്ങളുടെയും വല്ലാത്തൊരനുഭവമാണ് പ്രസവ വേദന എന്നുള്ളത്. ആ പ്രസവത്തിന്റെ വേദന നുകരുന്ന ആളുകൾക്കറിയാൻ സാധിക്കും. അതിന്റെ ഒരു വീഡിയോ എങ്കിലും കാണുവാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥയെ വിശദീകരിക്കുന്ന വിശ്വകരന്മാരുടെ വിശദീകരണത്തിൽ നിന്ന് ആ വേദനയുടെയും പ്രയാസത്തിന്റെയും ഊക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നിട്ടോ പിന്നീട് 2 വർഷത്തോളം നമ്മെ മുലയൂട്ടുകയാണ്. നമ്മൾ കരയുന്നത്, കൈകാലിട്ടടിക്കുന്നത്, നമ്മുടെ പ്രയാസങ്ങൾ കാണുന്നത്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അത് അവിടെ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ കൈകൊണ്ട് വൃത്തിയാക്കി മാലിന്യങ്ങളും അഴുക്കുകളും നീക്കി നമുക്ക് മുലയൂട്ടുവാൻ തയ്യാറായ നമ്മുടെ ഉമ്മ വാത്സല്യം ചൊരിഞ്ഞ് നമ്മെ പോറ്റി വളർത്തുമ്പോൾ, വാപ്പയാണെങ്കിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാറ്റിനും പൈസയും സൗകര്യങ്ങളും ഒരുക്കി തന്ന ആ വാപ്പയോട് നമുക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചതുപോലെ ഫൽ വാലിദു ബിൽ ഇൻഫാഖ്, വാപ്പയാണ് നമുക്ക് വേണ്ട എല്ലാം ചെലവഴിച്ചത്. ഉമ്മയുടെ പ്രസവത്തിന് വേണ്ട സൗകര്യം, ഉമ്മക്കും നമുക്കും വേണ്ട ഭക്ഷണവും വസ്ത്രവും സൗകര്യങ്ങളും എല്ലാം ഒന്ന് കണ്ടെത്തുവാൻ വേണ്ടി ആ വാപ്പ ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ലാത്ത അന്ന് എത്രമാത്രം കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്തിട്ടുണ്ടാകും. വൽ വാലിദതു ബിൽ ഇഷ്ഫാഖ്, ഉമ്മയാകട്ടെ നമ്മളോട് അളവറ്റ കാരുണ്യവും വാത്സല്യവും ചൊരിഞ്ഞതെന്ന് നമ്മെ പോറ്റി വളർത്തുകയായിരുന്നു. ദുനിയാവിൽ നമ്മളോടൊപ്പം ജീവിക്കുമ്പോൾ മാത്രമല്ല ആ ഉമ്മയോടും വാപ്പയോടും നമുക്കുള്ള ഹക്കുകൾ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞതുപോലെ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, അവരോട് നമുക്ക് നന്മകൾ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. നല്ല സഹവാസം, ഹുസ്നുസ് സുഹബ, അതേപോലെ നല്ല സംസാരം, ഹുസ്നുൽ കലാം. ഖുർആൻ തന്നെ പറഞ്ഞു ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരെ വേദനിപ്പിക്കുന്ന, അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഛേ എന്നൊരു വാക്ക് പോലും ഉമ്മയുടെ മുഖത്ത് നോക്കി, വാപ്പയുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിക്കുകയാണ്. നല്ല പെരുമാറ്റം നമുക്ക് അവരോട് വേണം. ഇനി അവർ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക, എങ്കിലും അവർക്ക് നമുക്ക് നന്മ ചെയ്തു കൊടുക്കുവാൻ സാധിക്കും. അവരോടുള്ള ഹക്കുകൾ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല. അവരെ നമ്മൾ ആദരിക്കുകയും സ്നേഹിക്കുകയും ഓർക്കുകയും ഒക്കെ വേണം. അവരുടെ ഖബറിൽ അവർ ഇപ്പോൾ അവരുടേതായ ഒരു ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഔദാര്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ സഹായം, ഏറ്റവും വലിയ നന്മ അദ്ദുആഉ ലഹും, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തന്നെയാണ്. ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാ നന്മകൾക്ക് വേണ്ടിയും അവർ ഖബറിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ചൂടും വേദനയും ബുദ്ധിമുട്ടും ദുനിയാവിലായിരുന്നുവെങ്കിൽ, രോഗിയാണ് എങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും ചികിത്സകളും ഒത്താശകളും ഒക്കെ ചെയ്തു കൊടുക്കുവാൻ സാധിക്കുമായിരുന്നു, അവർ ചോദിക്കുമായിരുന്നു. എന്നാൽ അവർ അവരുടെ ലോകത്ത്, ഖബറിൽ, ബർസഖി ലോകത്ത് അവരുടേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കൊരു താങ്ങായി, തണലായി മാറാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ തന്നെ പഠിപ്പിച്ചതുപോലെ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ
എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ എനിക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി തന്നതുപോലെ അള്ളാഹുവേ നീ അവരോട് കരുണ കാണിക്കണമേ. അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, അവർ അപരാധങ്ങൾ ചെയ്തവരായിരിക്കും. എന്നാലും കാരുണ്യവനായ പടച്ച റബ്ബേ, എന്റെ ഉമ്മയോട് എന്റെ ഉപ്പയോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. സദാസമയവും ഒരു വിശ്വാസിയായ മകളുടെ നാവിൽ നിന്ന് വരേണ്ട, മനസ്സിൽ നിന്ന് വരേണ്ട പ്രാർത്ഥനയാണ്. അതേപോലെ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി, പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, അത് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ മാതാപിതാക്കൾക്ക് പൊറുക്കലിന് തേടുന്ന പ്രാർത്ഥനകൾ കാണുവാൻ സാധിക്കും. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. 71-ാം അധ്യായം സൂറത്ത് നൂഹിന്റെ അവസാന ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്ന ആയത്താണ്. റബ്ബിഗ്ഫിർലി, പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണമേ, വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണമേ. മാതാപിതാക്കൾ മരിച്ചുപോയവരാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. പാപങ്ങൾ പൊറുക്കാൻ അവരറിയാതെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ ഏറ്റവും കടപ്പെട്ടത് പള്ളിയിലെ ഉസ്താദല്ല, നമ്മളാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളാണ്. ഉസ്താദുമാർക്ക് 500-ഓ 1000-ഓ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കലല്ല വേണ്ടത്. ആത്മാർത്ഥമായി നമ്മുടെ ഭാഷയിൽ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ആ ഉമ്മക്ക് വേണ്ടി വാപ്പക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു, ഒരു മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ, മരിച്ചുപോയി കഴിഞ്ഞാൽ ദുനിയാവുമായിട്ടുള്ള സർവ്വ കണക്ഷനുകളും വിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞു. അയാൾക്ക് ഇനി നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളില്ല. പക്ഷെ 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, അതൊഴികെ. അതിലൊന്ന് പറഞ്ഞത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ആ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം. അതിനെന്ത് വേണം? മാതാപിതാക്കളായിട്ടുള്ള നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ, നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി വളർത്താൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കും അത് ഉപകരിക്കും. നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ, ഖബറിലെ ചൂടും പ്രയാസവും വേദനയും അനുഭവിക്കുമ്പോൾ അവിടെ ഒരു ആശ്വാസമായി നമ്മുടെ മക്കളുടെ ദുആ എത്തണമെങ്കിൽ ആ മക്കളെ ഇപ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടുന്ന തർബിയത്ത് നൽകുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മരണത്തോടുകൂടി എല്ലാം നിലച്ചാലും നിലക്കാത്ത ഒന്ന് മക്കളുടെ ദുആയാണ് എങ്കിൽ ആ മാതാപിതാക്കൾക്ക് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞതും റബ്ബന ഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആകളിൽ ഒന്നായി കാണുവാൻ സാധിക്കും, പടച്ചവനെ, ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബേ, നീ എനിക്ക് പുറത്തു തരണമേ, വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും, വലിൽ മുഅ്മിനീൻ, സർവ്വ സത്യവിശ്വാസികൾക്കും, യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണയുടെ ദിവസം അത് ആസന്നമാകുമ്പോൾ, ഖിയാമത്ത് നാളിൽ, പരലോകത്ത് ഞങ്ങൾക്ക് നീ പുറത്തു തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥന മാതാപിതാക്കളോട് അവരുടെ മരണശേഷവും നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന നന്മകളിൽ ഒന്നാണ്. 3-ാമത്തെ ഒന്ന് വസ്സദഖതു അൻഹും, അവരുടെ പേരിൽ അവർക്ക് വേണ്ടി നമ്മൾ സ്വതക്ക ചെയ്യുക. അവരുടെ കർമ്മങ്ങൾ നിലച്ചുപോയി, നേരത്തെ പറഞ്ഞതുപോലെ. എന്നാൽ അവർക്ക് കിട്ടുവാൻ സാധ്യതയുള്ള നന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു, മക്കൾ മാതാപിതാക്കളുടെ പേരിൽ ചെയ്യുന്ന സദക്കകൾ അതവിടെ കിട്ടുമെന്നാണ്. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മി മാതത്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി പ്രവാചകരെ, അഫലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ, അവരുടെ പേരിൽ ആ ഉമ്മാക്ക് പ്രതിഫലം കിട്ടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സ്വതക്ക ചെയ്താൽ അത് അവർക്ക് ഉപകരിക്കുമോ നബിയെ എന്ന് ചോദിക്കുമ്പോൾ, പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, കിട്ടും എന്നാണ്. കൊടുത്ത ആൾക്കും പ്രതിഫലമുണ്ട്. മക്കൾ ആ രീതിയിൽ ചിന്തിക്കുകയും അതിനുവേണ്ടി പൈസയും അതിനുവേണ്ടി വസ്തുക്കളും ഒക്കെ വിനിയോഗിക്കുമ്പോൾ തീർച്ചയായും ആ കൊടുത്ത മകന്, കൊടുത്ത മകൾക്ക് കൂലിയുണ്ട്. മാതാപിതാക്കളുടെ പേരിൽ കൊടുക്കുമ്പോൾ അവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. പക്ഷേ അതിന് പ്രത്യേകമായി ദിവസം നിശ്ചയിക്കേണ്ടതില്ല. വാപ്പ മരിച്ചിട്ട് 40 അന്നൊരു പ്രത്യേക സദക്ക, അല്ലെങ്കിൽ 60ന്റെ അന്ന് പ്രത്യേകമായി,
അല്ലെങ്കിൽ ആണ്ട് നോക്കി ഇന്ന ദിവസത്തിലാണ് വാപ്പ മരിച്ചത് ഉമ്മ മരിച്ചത്, ആ ദിവസത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടി അവർക്കൊക്കെ ഭക്ഷണം വെച്ച് വിളമ്പി അങ്ങനെ ഒരു സ്വതക്ക, അത് ഇസ്ലാമിൽ മാതൃകയില്ലാത്തതാണ്. മറിച്ച് ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മയിൽ നമ്മൾ ഭാഗവാക്കാകുന്നത് പോലെ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും ചേർത്തുകൊണ്ട് അവരുടെ പേരിൽ സ്വതക്കകൾ ചെയ്യാൻ നമുക്ക് അനുവാദമുണ്ട്, ചെയ്യാവുന്നതാണ്. നാലാമത്തെ ഒരു കാര്യം, ഇൻഫാദു അഹദിഹിം വവസിയതിഹിം. ആ ഉപ്പയോ ഉമ്മയോ നമ്മളോട് വല്ല കരാറും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാക്കും നൽകിയിട്ടുണ്ടെങ്കിൽ, വസിയത്തുഹും അവരുടെ വല്ല വസിയത്തുമുണ്ടെങ്കിൽ, ഉപ്പാക്കൊരാഗ്രഹം, മോനെ എന്റെ നല്ല പ്രായത്തിൽ ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഒന്നും സാധിച്ചിട്ടില്ല, മോൻ എന്റെ പേരിൽ ഒരു ഉംറ ചെയ്യണം എന്ന് വാപ്പക്കൊരാഗ്രഹമായിട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാപ്പ അത് ആഗ്രഹിക്കുന്ന ഒരാളാണ്, നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ആ വാപ്പയോടുള്ള നന്മയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഉമ്മയോടുള്ള നന്മയുടെ ഭാഗമാണ് ഉമ്മയുടെ മരണശേഷം, വാപ്പയുടെ മരണശേഷം അവരെ ഓർത്ത് അവർക്ക് ആ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നത്. അതേപോലെ ചിലപ്പോൾ വാപ്പ ആരെങ്കിലുമൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട് വാപ്പയുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോട് തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും, ആ പള്ളിക്ക് മോനെ നീ എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ എന്റെ ഇന്ന വസ്തു വിൽക്കുമ്പോൾ അതിൽ നിന്നൊരു വിഹിതം പള്ളിക്ക് കൊടുക്കണം, മദ്രസക്ക് കൊടുക്കണം, ദീനീ ദഅവത്തിന് വേണ്ടി ചെലവഴിക്കണം എന്ന് പറഞ്ഞാൽ വേറെ ഒരാളും ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവുകയില്ല. ആ വാപ്പയുടെ വാക്ക്, ആ വാപ്പയുടെ ഉപദേശം, അല്ലെങ്കിൽ വസിയ്യത്ത്, കരാറ്, അത് നമ്മളോടുള്ള ഒരു ഹക്കായി, നമ്മളോടുള്ള ഒരു ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കി അത് പൂർത്തീകരിക്കുവാൻ, അത് വീട്ടുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള കടം ഉണ്ടെങ്കിൽ, ആരിലെങ്കിൽ നിന്ന് വായ്പ വാങ്ങി, കടം വാങ്ങി, ആ വാപ്പ അങ്ങ് മരിച്ചുപോയാൽ അത് നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കതറിയാം, എഴുതി വെച്ച ഡയറിയിലുണ്ട്. അതല്ലെങ്കിൽ കളവ് പറയാത്ത ആ സഹോദരൻ, അയൽവാസി നമ്മളോട് പറയുന്നു, നിന്റെ വാപ്പ ഇന്ന രീതിയിൽ ഒരു ഇടപാട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ചു പോകേണ്ട സംഗതിയാണ്. വാപ്പയുടെ മരണശേഷം, ഉമ്മയുടെ മരണശേഷം അവരുടെ കൂട്ടുകാരികളോട്, അവരുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കണം. അവരുടെ വസീയത്തും നേർച്ചകളുമൊക്കെ പടച്ചിറപ്പുമായിട്ടുള്ള കടമിടപാടാണെങ്കിൽ, സൃഷ്ടികളുമായിട്ട് അവരുടെ അയൽവക്കക്കാരും കൂട്ടുകാരുമൊക്കെയായി ഇങ്ങനെ വല്ലതും വാങ്ങലും കൊടുക്കലും ഒക്കെ ബാധ്യതയായിട്ടുണ്ടെങ്കിൽ അതും വീട്ടേണ്ടതുണ്ട്. അത് അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണ്. ഇല്ലെങ്കിലോ അതിന്റെ പേരിൽ അവർ നമസ്കരിച്ച നമസ്കാരവും നോമ്പെടുത്ത നോമ്പും അതിന്റെ പ്രതിഫലം പോലും പടച്ചിറപ്പ് തടഞ്ഞു വെച്ചുകൊണ്ട് അവരെ പിടിച്ചു വെക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഓരോ മനുഷ്യനും അവന്റെ കടവുമായി ബന്ധപ്പെട്ട് പടച്ചവൻ അവനെ പിടിച്ചു വെക്കും. അത് വീട്ടുന്നത് വരെയും അവർക്ക് ആ നന്മകൾ സ്വീകരിച്ച് നന്മയുടെ വക്താക്കളാണെങ്കിലും അതിന്റെ സുഖം അനുഭവിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന് വരുമ്പോൾ ആ ഉമ്മാക്ക്, ആ ഉപ്പാക്ക് ചെയ്തു കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനം, അവരുടെ മരണത്തിന് ശേഷം അങ്ങനെ വല്ല ബാധ്യതകളും ഉണ്ടെങ്കിൽ, അവരുടെ വല്ല ആഗ്രഹങ്ങളും വസിയത്തുകളും ഉണ്ടെങ്കിൽ അത് നമ്മൾ പാലിക്കണം, അത് നമ്മൾ വീട്ടണം എന്നതാണ്. പാവങ്ങൾക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ കുടുംബത്തിലെ തന്നെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക്, രക്തബന്ധുക്കളായിരിക്കും, അല്ലെങ്കിൽ കൂട്ടത്തിൽ നമുക്കൊക്കെ അറിയുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും, വാപ്പയുടെ കയ്യിലുണ്ടെങ്കിൽ വാപ്പ കൊടുക്കുവാൻ തയ്യാറാകുമായിരുന്നു എന്ന് നമുക്കറിയുന്ന കാര്യം. ആ വാപ്പയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചാൽ, ആഗ്രഹമായിട്ട് വാപ്പ പറഞ്ഞു ഉംറയുണ്ടെങ്കിൽ, വാപ്പയുടെ ഒരു ആഗ്രഹമായി, അഭിലാഷമായി, വസിയത്തായി ഹജ്ജ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹജ്ജും ഉംറയും ഒക്കെ നമ്മുടെ ഫറളായ കാര്യം നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് അവരുടെ പേരിൽ സാധിക്കുമെങ്കിൽ ഹജ്ജും ഉംറയും നിർവഹിക്കാം. അത് നിർവഹിക്കൽ അവർക്കുള്ളൊരു സന്തോഷവും അവർക്ക് നാം ചെയ്യുന്ന നന്മയുടെയും ഭാഗമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വാപ്പ കുറെ വസിയത്ത് പറഞ്ഞിട്ടുണ്ടാകും, ഒരുപക്ഷെ വാപ്പ കുറെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, അതിൽ ഹറാമുകൾ ഉണ്ടാകും, പടച്ചവന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ സ്വന്തം സഹോദരങ്ങൾ തന്നെ, എളാപ്പ മൂത്താപ്പമാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അവരുടെ മക്കൾ, അവരെന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവരോട് നീ മിണ്ടിപ്പോകരുത്, അവരുടെ ഒരു കാര്യത്തിനും നീ പോകരുത് എന്നൊക്കെ ഒരുപക്ഷെ വാശിയിലും വീറിലും പലതും പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ എന്റെ വാപ്പയുടെ വസിയത്താണ്, അതുകൊണ്ട് ഞാൻ അവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തീരുമാനിക്കാൻ പാടില്ല. അതേപോലെ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഹറാമായ, ശിർക്കായ, ബിദഅത്തായ തിന്മകൾക്ക് വേണ്ടി ചെയ്യാൻ, ജാറങ്ങളിലേക്ക് നേർച്ച നേരാൻ, അതല്ലെങ്കിൽ മക്ബറകളിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് ദുആ ചെയ്യുന്ന, മതം പഠിപ്പിക്കാത്ത മതവിരുദ്ധമായ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വാപ്പയോ ഉമ്മയോ നമ്മളോട് നിർബന്ധിച്ചാൽ പോലും
അള്ളാഹു ശക്തമായി വിലക്കി, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ. എന്നിൽ പങ്കു ചേർക്കാൻ അവർ രണ്ടുപേരും നിന്നോട് നിർബന്ധിച്ചാൽ പോലും അവരെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. പടച്ച റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു പടപ്പിനെയും നമ്മൾ വഴിപ്പെടേണ്ടതില്ല, അനുസരിക്കേണ്ടതില്ല. അതല്ലാത്ത നന്മകൾ അവർ ആഗ്രഹിച്ചത്, അവർ നമ്മളോട് പറഞ്ഞത്, അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നത് മരണശേഷവും ആ വാപ്പയോട് ഉമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് നന്മകളായി ചെയ്യാൻ പറ്റുന്ന പുണ്യങ്ങളായി ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, സിലത്തുർ റഹിമില്ലതി ലാ തൂസലു ഇല്ലാ ബിഹിമാ. അവരിലൂടെ മാത്രം നിലനിൽക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാകും. ആ ബന്ധങ്ങൾ നമ്മൾ മുറിച്ചു കളയാതെ അത് വെള്ളമൊഴിച്ച് നനച്ച് പരിപാലിച്ച് നിലനിർത്തുന്നത് പോലെ ആ ബന്ധം സ്ഥാപിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കളുടെ ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, വാപ്പയുടെ കൂട്ടുകാർ, ഉമ്മയുടെ കൂട്ടുകാരികൾ, അവരെയൊക്കെ നമ്മൾ പരിഗണിക്കുക എന്നത് ആ ഉമ്മയോടും വാപ്പയോടുമുള്ള സ്നേഹത്തിന്റെയും അവർക്ക് കൊടുക്കുന്ന ഹക്കിന്റെയും ഭാഗമാണ് എന്ന്. ഇന്ന അബറൽ ബിർരി സിലത്തുൽ വലദി അഹ്ല വുദ്ദി അബീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മാതാവിനോ പിതാവിനോ മക്കൾ ചെയ്യുന്ന പുണ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പുണ്യമാണ് സിലത്തുൽ വലദി അഹ്ല വുദ്ദി അബീഹി. വാപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ഇഷ്ടക്കാരോട്, സ്നേഹിതന്മാരോട് അവരുമായിട്ടുള്ള ബന്ധം പൂർത്തീകരിക്കുക എന്നത്. ഇന്ന മിൻ അബരിൽ ബിർരി അൻ യസില അർറജുലു അഹ്ല വുദ്ദി അബീഹി ബഅദ അൻ യൂലിയ. ഒരാളുടെ മരണശേഷം, വാപ്പ മരിച്ചതിന് ശേഷം, ഉമ്മ മരണപ്പെട്ടതിന് ശേഷം അവരുടെ ഇഷ്ടക്കാർ, അവരുടെ സ്നേഹിതന്മാർ, സ്നേഹിതകൾ, അവരുമായിട്ടുള്ള ബന്ധം ആരെങ്കിലും ചേർക്കുന്നുവെങ്കിൽ, പാലിക്കുന്നുവെങ്കിൽ അത് ആ ഉപ്പക്കും ഉമ്മക്കും ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ്, നന്മയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മക്കയിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു അഅറാബിയായ, ഒരു ഗ്രാമീണനായ, സാധാരണക്കാരനായ ഒരു മനുഷ്യനെ അദ്ദേഹം കാണുകയും അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കാൻ, ഇന്ന വ്യക്തിയല്ലേ താങ്കൾ എന്ന് അദ്ദേഹത്തിന്റെ അഡ്രസ് കൃത്യമായി ചോദിച്ചറിയുമ്പോൾ അയാൾ പറഞ്ഞു, അതെ. അങ്ങനെ ഉടനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന്റെ പുറത്തു നിന്ന് ഇറങ്ങിക്കൊണ്ട് ആ സാധുവായ മനുഷ്യനെ കയറ്റി ആ വാഹനത്തിന്റെ പുറത്ത് കയറ്റിയിരുത്തി. എന്നിട്ട് അദ്ദേഹം നടക്കുകയാണ്. എന്നിട്ടോ ആ മൃഗത്തിന്റെ മുകളിൽ കയറ്റിയിരുത്തി നടക്കുന്ന കൂട്ടത്തിൽ തന്റെ തലപ്പാവഴിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ അഅറാബിയായ, സാധാരണക്കാരനായ, ഗ്രാമീണനായ ആ മനുഷ്യൻ അത് കൊടുത്തു. ഇതെല്ലാം കണ്ട ആളുകൾക്കൊന്നും മനസ്സിലായില്ല. അവര് അത്ഭുതത്തോടു കൂടി ചോദിച്ചു. അഅറാബിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു സഹായം, എന്തെങ്കിലും ഒരു നന്മ അവരെ സന്തോഷിപ്പിക്കുവാൻ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അവർക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾ അവരോട് സലാം പറഞ്ഞത് തന്നെ, അവരുടെ കൈ പിടിച്ചത് തന്നെ അവർക്ക് വലിയ ആശ്വാസവും സന്തോഷവും നൽകുന്നതാണ്. പിന്നെ താങ്കൾ ആ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി അദ്ദേഹത്തെ അതിന്റെ മുകളിൽ കയറ്റിയിരുത്തി, അത് അത്ഭുതകരമാണ്. അതിനും പുറമെ താങ്കൾ ധരിച്ചിരിക്കുന്ന തലപ്പാവഴിച്ച് അയാൾക്ക് താങ്കൾ ധരിപ്പിക്കുന്നു, അത് അതിലേറെ അത്ഭുതമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന അബാ ഹാദാ വുദ്ദുൻ ലി ഉമർ ഇബ്നുൽ ഖത്താബ്. എന്റെ വാപ്പ ഉമറിന്റെ ഇഷ്ടക്കാരനായിരുന്നു ഇയാളുടെ വാപ്പ എന്നാണ്. അപ്പോൾ പിതാവിന്റെ കൂട്ടുകാരന്റെ മകനാണ് എന്നുള്ള പരിഗണനയിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ വ്യക്തിയെ അത്ര കണ്ട് ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ വാപ്പയുടെ സുഹൃത്തുക്കൾക്ക്, ആ വാപ്പയുടെ സ്നേഹിതന്മാരോട് എത്രമാത്രം കടപ്പാടുണ്ടാകും. ആ സ്നേഹിതന്മാരെക്കാൾ രക്തബന്ധമുള്ള സഹോദരങ്ങളാണെങ്കിൽ, ബന്ധുക്കളാണെങ്കിൽ എത്ര കണ്ട് നമ്മൾ അവരെ പരിഗണിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴും അവരോട് ചില നന്മകൾ കർശനമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മരണശേഷവും അവരോട് നമുക്ക് ചില ബാധ്യതകളും കടപ്പാടുകളുമുണ്ട്. പരിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെ ആയത്തിൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി. മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യരോട് നാം വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. നന്മ ചെയ്യണം, അവരെ പരിഗണിക്കണം, അവരെ വേദനിപ്പിക്കരുത് എന്ന്. കാരണം ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ.
പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവരുടെ മാതാവ് ഗർഭം ചുമന്നത്. വഫിസാലുഹു ഫീ ആമൈൻ, നൊന്ത് പ്രസവിച്ച ഉമ്മ വാരിയെടുത്ത് ആ കുട്ടിയെ 2 വർഷം മുലയൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഉറക്കമൊഴിച്ച ദിവസങ്ങൾ, അവർ കഷ്ടപ്പെട്ട പ്രയാസങ്ങൾ സഹിച്ച ദിനരാത്രങ്ങൾ എത്രയുണ്ടാകും. അതുകൊണ്ട് അനിഷ്കുർലി വലിവാലിദൈക്, എന്നോട് നിങ്ങൾ നന്ദി കാണിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങൾക്ക് നന്ദി ഉണ്ടാകണം. ഇലയ്യൽ മസീർ, എന്റെ അടുക്കലേക്കാണ് നിങ്ങളുടെ മടക്കം എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിനോടുള്ള ഹക്കുകൾ പാലിച്ച് മാതാപിതാക്കളോട് നന്മ ചെയ്ത് ജീവിക്കുന്ന നല്ലവരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ SSLC പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ടുകൾ വന്നു. അതേപോലെ +2 കഴിഞ്ഞ കുട്ടികളുടെയും റിസൾട്ടുകൾ ഇതിനകം വന്നു കഴിഞ്ഞു. ആ സന്ദർഭത്തിൽ റിസൾട്ട് അറിഞ്ഞ പല ആളുകളും ഒരുപക്ഷെ ചിരിച്ചിട്ടുണ്ടാകും, സന്തോഷിച്ചിട്ടുണ്ടാകും. വേറെ ചില ആളുകൾ തേങ്ങി കരഞ്ഞിട്ടുണ്ടാകും. കാരണം പ്രതീക്ഷിച്ചതുപോലെ റിസൾട്ട് ആയില്ല എന്നതിൻ്റെ പേരിൽ മനസ്സ് നൊന്ത് മനം മടുത്ത് വേണ്ടാത്ത പല വൃത്തികളിലേക്കും പോകുന്ന അവസ്ഥ വരെയും നമ്മൾ കാണാറുണ്ട്. ഏതായിരുന്നാലും അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുവാനുള്ള പ്രധാനപ്പെട്ടൊരു സന്ദേശം, ഇനിയും അവസരങ്ങളുണ്ട് ദുനിയാവിന്റെ കാര്യത്തിലാണെങ്കിൽ. തീർച്ചയായും ഒരു SSLC റിസൾട്ടോ അല്ലെങ്കിൽ +2 റിസൾട്ടോ അല്ല നമ്മുടെ ജീവിതത്തിന്റെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. അത് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. എന്നിരുന്നാൽ പോലും SSLC തോറ്റു എന്നതിന്റെ പേരിൽ, +2 നഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിൽ ആത്മഹത്യക്കോ അല്ലെങ്കിൽ വേണ്ടാത്ത വഴിക്കോ ആരും ചിന്തിക്കേണ്ടതില്ല. എന്തുകൊണ്ട് പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എന്നൊരു തിരിച്ചറിവ് നൽകാൻ അത്തരം ആളുകൾക്ക് അത് സഹായകമാവുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചില പ്രതീക്ഷകളും ആഗ്രഹങ്ങളും മാത്രം കൊണ്ടു നടന്നാൽ പോരാ, അതിനനുസരിച്ചുള്ള പരിശ്രമവും കൃത്യമായ ലക്ഷ്യബോധവും നമുക്കുണ്ടെങ്കിൽ വിജയിച്ച കുട്ടികളൊക്കെയും അവരുടെ ഇന്റർവ്യൂകളിൽ ആവർത്തിച്ചു പറയുന്ന ഒരു സംഗതിയാണ്, ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും ഒക്കെ ഗൈഡൻസ് സ്വീകരിച്ചുകൊണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഒരു ചലഞ്ചായി തന്നെ അവരുമായി മത്സരിച്ച് ആ പരിശ്രമത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടപ്പോൾ ഞങ്ങൾ പോലും വിജയിക്കാത്ത വിജയത്തിന്റെ പടവുകളിലേക്ക് എത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന്, പദവികളിലേക്ക് എത്തുവാൻ സാധിച്ചു എന്ന് അവർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനുള്ളത് പരിശ്രമവും ലക്ഷ്യബോധവും പ്രധാനപ്പെട്ടതാണ്. അതേപോലെ നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടി ചിലപ്പോൾ 10A+ കിട്ടിയ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് 9A+ ഉണ്ട്, ഒരു A അല്ലെങ്കിൽ ഒരു B ആയി പോയി ഗ്രേഡ് എന്നതിന്റെ പേരിൽ അവരെ അങ്ങ് തകർത്ത് ആക്ഷേപിച്ച് അവഹേളിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന ഒരു രീതി, അതൊരിക്കലും നന്മയല്ല. ആ മക്കളുടെ ഭാവിയിലും അവരുടെ മനസ്സിലുമൊക്കെ വല്ലാത്ത മുറിവേൽപ്പിക്കുന്ന ഒരു പ്രവണതയായി പോകും എന്നുള്ളത് കൊണ്ട് അതിന് നമ്മൾ മുതിരരുത്. അവിടെ നമുക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകി, സാരമില്ല, ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഇനിയും അവസരങ്ങളുണ്ടല്ലോ, നമുക്കൊന്നുകൂടി പരിശ്രമിക്കാം എന്ന് പറഞ്ഞ് അവർ തളർന്നു പോകുമ്പോൾ അവരെ താങ്ങുവാൻ സാധിക്കുന്ന ഒരു മാതാവോ ഒരു പിതാവോ ആയി നമ്മൾ മാറുമ്പോഴാണ് അവർക്കും നമ്മളോട് ചില തിരിച്ചറിവുകളും കടപ്പാടുകളും ഉണ്ട് എന്നുള്ള ബോധ്യം അവർക്ക് അനുഭവത്തിലൂടെ വരികയുള്ളൂ. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ വിജയവും പരാജയവും ഈ പറഞ്ഞ ഒന്നുമല്ല. മരണത്തോടുകൂടി യാഥാർത്ഥ്യമാകുന്ന പരലോകത്ത് ഉറപ്പായും വരുന്ന ആ വിജയവും പരാജയവുമാണ് ആത്യന്തികമായ നമ്മുടെ
ജയപരാജയത്തിന്റെ കാര്യം. അതുകൊണ്ട് എന്റെ മോൻ, എന്റെ മോൾ നമസ്കരിച്ചോ, ഖുർആൻ ഓതിയോ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകളിൽ ഉണ്ടായോ എന്ന് ചോദിക്കുവാനും തർബിയത്ത് വേണ്ട രീതിയിലുള്ള ഒരു പരിചരണം നൽകി ആ മക്കളെ ഉപദേശിക്കുവാനും ഉത്ബോധിപ്പിക്കുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. എങ്കിൽ നേരത്തെ നമ്മൾ കേട്ടതുപോലെ നമ്മൾ മരിച്ചു കിടക്കുമ്പോഴും അല്ലെങ്കിൽ രോഗിയായി കിടക്കുമ്പോഴും നമ്മുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലുമൊക്കെ നമ്മെ കുറിച്ച് ഓർക്കുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, മനസ്സുരുകി പടച്ചവനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി അവർ മാറും. അതുകൊണ്ട് ദീനിയായ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി അവർക്ക് കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ അറിഞ്ഞു തന്നെ കരുതലോടുകൂടി അത് കൊടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഭിരുചികൾക്കനുസരിച്ചായിരിക്കണം ഉപരിപഠനത്തിന് വേണ്ടി നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. വാപ്പയുടെ കുട്ടി ഡോക്ടറാകണമെന്ന് വാപ്പക്ക് ബോധ്യമുണ്ട്. പക്ഷേ MBBSന്റെ ബയോളജിയുടെ യാതൊരു ബന്ധവുമില്ലാത്ത വളരെ അറുപ്പും വെറുപ്പും ഭാരവുമായി കാണുന്ന ഒരു കുട്ടിയെ എടങ്ങേറാക്കി ഒരു MBBS കാരനോ MBBS കാരിയോ ആക്കാൻ വാപ്പയോ ഉമ്മയോ മോഹിക്കേണ്ടതില്ല. അതിലൊരു നന്മയുമില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്, എന്റെ കുട്ടി എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം, ശാസ്ത്രജ്ഞനാകണം, അങ്ങനെ പലതും മോഹിക്കാം. പക്ഷേ അവർക്ക് കൂടി ആ തരത്തിലുള്ള അഭിരുചികൾ ഉണ്ടെങ്കിലാണ് അതിനുവേണ്ടി നമ്മൾ നിർബന്ധിക്കേണ്ടതുള്ളൂ. അതിന്റെ ഒക്കെ കൂടെ ഞാൻ ഒന്നുകൂടി പറയുന്നു, ദീൻ പകർന്നു കൊടുക്കാൻ എഞ്ചിനീയർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും അവർ ഭാവിയിൽ കളക്ടറായി വരാനുള്ളവരാണെങ്കിലും അവർക്ക് റബ്ബിനെ സംബന്ധിച്ച്, ദീനിനെ സംബന്ധിച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കണം. ഇല്ലെങ്കിൽ അവരടക്കം നാളെ പരലോകത്ത് നമ്മുടെ മുന്നിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യചിഹ്നങ്ങളായി നമ്മെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യം വരാനുണ്ട് എന്ന് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച എല്ലാ ബാധ്യതകളും ഹക്കുകളും പൂർത്തീകരിച്ച് നല്ല രീതിയിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് സന്തോഷത്തോടുകൂടി നാളെ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സത്യവിശ്വാസികളായ നമ്മുടെ സഹോദരങ്ങളെ, വിശിഷ്യ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും സഹായവും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന, ശാരീരികമായി വിഷമതകൾ അനുഭവിക്കുന്ന എല്ലാ സഹോദരന്മാരുടെയും ബുദ്ധിമുട്ടുകളും വിഷമതകളും റഹ്മാനായ റബ്ബ് നീക്കിക്കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അക്രമികളായ ഭരണാധികാരികളുടെ ക്രൂരതകളിൽ നിന്ന് നമുക്കും വിശ്വാസി സഹോദരങ്ങൾക്കും അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മളോട് കരുണ കാണിക്കുന്ന, ദീനിനോട് മമതയുള്ള നല്ലവരായ ആളുകൾക്ക് അധികാരം നൽകി നമ്മുടെ ഭരണാധികാരികളാക്കി അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم يا حي يا قيوم برحمتك نستغيث اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يخافك فينا ولا يرحمنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.